നമ്മളിപ്പോൾ ആര്യയുടെ വീട്ടിലാണ്. ഒറ്റ ദിവസത്തെ അവധിയിൽ വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയും കൊച്ചി മെട്രോയും എല്ലാം കാണാൻ കോഴിക്കോട് നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് യാത്ര തിരിച്ച് മെട്രോയും കണ്ട് കോലഞ്ചേരിയിലെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു കുറച്ച് പാട്ടും കേട്ട് ഉറങ്ങിയതാണ്. കാലത്ത് 7 മണിക്ക് തന്നെ റെഡിയായി. ഇന്ന് ഞങ്ങൾ വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയും കാണാൻ ഇറങ്ങിയതാണ്. പെട്ടെന്ന് തന്നെ കാഴ്ചകളിലേക്ക് പോകണം. കാരണം ഞങ്ങൾ തിരികെ കോഴിക്കോട്ടേക്ക് പോകുന്നത് ഇന്ന് KSRTC ബസ്സിലാണ്. 4 മണിക്കാണ് ബസ്. അതിനു മുമ്പ് കാഴ്ചകൾ പരമാവധി കാണേണ്ടതുണ്ട്. ആര്യയുടെ മമ്മിയും പപ്പയും കാത്തുവും കണ്ണനുമടക്കം ഞങ്ങൾ 9 പേരാണ്. വാഗമണ്ണിലേക്കാണെങ്കിലും ഞങ്ങൾ ഇന്ന് ആദ്യം പോകുന്നത് ഒരു പള്ളിയിലേക്കാണ്. ഞായറാണ്. കോലഞ്ചേരി ഉണരുന്നേയുള്ളൂ. സമയം 7:15 ആകുന്നു. നമ്മൾ പോകുന്ന ഈ പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രം കൂടെയാണ്. കഥകളിലും സിനിമയിലും സീരിയലുകളിലും നമ്മുടെയൊക്കെ ബാല്യം ഒട്ടേറെ കോരിത്തരിപ്പിച്ച കടമറ്റത്ത് കത്തനാറിന്റെ കടമറ്റം പള്ളിയിലേക്ക്. നേരത്തെ തന്നെ കടമറ്റം പള്ളി നമ്മുടെ ലിസ്റ്റിലുണ്ട്. ഇതാണ് കടമറ്റം പള്ളി. മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാർ എന്ന പൗലോസച്ചൻ ജനിച്ചു വളർന്ന് അദ്ദേഹത്തിന്റെ മന്ത്രവിദ്യയാൽ ലോകം അറിയപ്പെട്ട കടമറ്റം പള്ളി. നിരവധി പടിക്കെട്ടുകളാണ് ആദ്യം നമ്മുടെ കാഴ്ചയിലേക്ക് വരിക. ജോളിച്ചയൻ കാർ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തു. നമ്മൾ പള്ളിയിലേക്ക് കടന്ന ആ വഴിയുടെ ദൃശ്യം ആദ്യം പകർത്തി. ചെറുതും വലുതുമായ ചാപ്പലുകളും ചർച്ചുകളും ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ കടമറ്റം പള്ളിയോട് ചേർന്നുണ്ട്. ഞാൻ അവിടെയെല്ലാം ചുറ്റി. പ്രധാന പള്ളിയിലേക്ക് കടന്നു. ഞായറായതുകൊണ്ട് പള്ളിയിൽ കുർബാനയുണ്ട്. വിശ്വാസികൾ എത്തുന്ന സമയം ആയിട്ടുള്ളൂ. 7:30 ആകുന്നു. ഞാൻ പ്രധാന പള്ളിയുടെ ഒരു ക്രോസും ഒരു വൈഡും എടുത്തു. ഇത് വഴിപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെട്ടിടമാണ്. വഴിപാട് കൗണ്ടറുമുണ്ട്. പുറമേ കാണുന്നതിലും അതിമനോഹരമാണ് പള്ളിയുടെ അൾത്താര. അതിനനുസരിച്ച് ലൈറ്റിംഗ്. നൂറ്റാണ്ടുകൾക്കപ്പുറമാണ് കടമറ്റം പള്ളി നിർമ്മിച്ചത് എന്നോർക്കണം. എല്ലായിടത്തും വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതം തന്നെ തീർത്തിട്ടുണ്ട്. ഞാൻ ആൾത്താരിൽ നിന്നും പുറത്തു കടന്നു. ജോളിച്ചായനും സംഘവും കാണുന്നില്ല. അവർ പള്ളിയുടെ മറ്റേതോ ഭാഗത്താണ്. വിശ്വാസികൾ മെഴുകുതിരികൾ കത്തിക്കുന്ന ഇടം. തിരികൾ കത്തുന്നുണ്ട്. പള്ളിയുടെ ഒരു സൈഡിൽ നിന്നും കുറച്ച് കൂടെ വ്യക്തമായി ദൃശ്യങ്ങൾ ഞാൻ പകർത്തി. നമ്മുടെ മലയാളികൾക്ക് കത്തനാറിന്റെ മുഖം എന്ന് പറഞ്ഞാൽ പ്രകാശ് പോളാണ്. 2004 TS സജി സംവിധാനം ചെയ്ത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കടമറ്റത്ത് കത്തനാറിലൂടെയായിരുന്നു നമ്മളിൽ പലർക്കും കത്തനാറിന്റെ ജീവിതകഥ അറിയുന്നത്. അതിനു മുമ്പേ 1984 പ്രൈം മിനിസ്റ്റർ കടമറ്റത്ത് കത്തനാറായി കടമറ്റത്തച്ഛൻ എന്ന സിനിമ വന്നിരുന്നു. അതിലും വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കത്തനാറെ കുറിച്ച് പറയുന്നുണ്ട്. കടമറ്റം പള്ളിയിൽ എല്ലാ ദിവസവും കഞ്ഞി വിതരണമുണ്ട്. രാവിലെ തന്നെ കലവറയിൽ അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇദ്ദേഹം. കടമറ്റം പള്ളിക്ക് 1200-ൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. ഇന്ന് പള്ളി നവീകരണ ഘട്ടത്തിലാണ്.
വിശ്വാസികളുടെ അടുത്തു നിന്ന് സംഭാവന ചോദിച്ചുള്ള ബോർഡുകൾ പള്ളിയുടെ ചില ഭാഗങ്ങളിൽ ഉണ്ട്. കടമറ്റം പള്ളിയുടെ താഴെ പോയോടം പള്ളി എന്ന മറ്റൊരു പള്ളിയുണ്ട്. കുറച്ച് ഇറക്കമിറങ്ങിയുള്ള റോഡിലൂടെ ഞാൻ ആ പള്ളി കാണാനിറങ്ങി. കടമറ്റം പള്ളിയിൽ നമ്മൾ കണ്ട പോലെയല്ല, ഇവിടെ നിരവധി ആളുകൾ കുർബാനയ്ക്കായി എത്തിയിട്ടുണ്ട്. കടമറ്റത്ത് കത്തനാർ എങ്ങനെ മരിച്ചു എന്ന് ചരിത്രരേഖകളിലില്ല. അദ്ദേഹം ഒരു കിണറിലെ ഗുഹയിൽ കയറി അപ്രത്യക്ഷനായി എന്നാണ് മറ്റൊരു ഐതിഹ്യം. ഞാൻ ആ കിണർ കാണാൻ പോയോടം പള്ളിയുടെ പിൻവശത്തെത്തി. അപ്പോഴും പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കടമറ്റത്ത് കത്തനാർ ആരായിരുന്നു? കേരളത്തിൽ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മാന്ത്രിക വൈദികനായിരുന്നു പൗലോസ് എന്ന് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന കടമറ്റത്ത് കത്തനാർ. കത്തനാറിന്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ മരണപ്പെടുകയും അദ്ദേഹത്തെ അന്ന് കടമറ്റം പള്ളിയിലെ വികാരിയച്ഛൻ എടുത്തു വളർത്തുകയും ഒരു വികാരിയച്ഛൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമങ്ങളും സുറിയാനി ഉൾപ്പെടെ നിരവധി ഭാഷകൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് വികാരിയച്ഛന് നിരവധി കന്നുകാലികൾ ഉണ്ടായിരുന്നു. അതിനെ മേയ്ക്കലും മറ്റും പൗലോസ് ആയിരുന്നു. ഒരിക്കൽ പശുക്കളെ മേയ്ക്കുന്നതിനിടയിൽ ഒരു പശുവിനെ കാണാതാവുകയും അതിനന്വേഷിച്ച് പൗലോസ് കാട്ടിലെത്തുകയും മന്ത്രവാദികളായ കാട്ടുവാസികളുടെ പിടിയിലാവുകയും ചെയ്തു. അവിടെ വെച്ച് കാട്ടുവാസികളുടെ മൂപ്പൻ പൗലോസിന് നിരവധി മന്ത്രവിധികൾ പഠിപ്പിക്കുകയും അങ്ങനെ 12 വർഷത്തോളം കാട്ടുവാസികളുടെ കയ്യിലായിരുന്ന പൗലോസ് രക്ഷപ്പെടുകയും നാട്ടിലെത്തിയ പൗലോസിനെ മെപ്പട്ടക്കാർ എല്ലാവരും കത്തനാർ പട്ടം നൽകി എന്നാണ് ഐതിഹ്യം. കടമറ്റം പള്ളിയുടെ കുറച്ച് ഷോട്ടുകളും കൂടെ എടുത്തു. പള്ളിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ടീമിനെയും എടുത്തു. കടമറ്റം പള്ളിയുടെ ഒരു വൈഡ് ഷോട്ടും എടുത്തു. റോഡിനോട് ചേർന്ന് ഒരു ചാപ്പലുണ്ട്. അതിലും മെഴുകുതിരികൾ തെളിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കുരിശുപള്ളിയും ആ ദൃശ്യങ്ങളും പകർത്തി. ഒട്ടേറെ തീർത്ഥാടകർ വരുന്ന പള്ളിയായിട്ടും ഒരു ചെറിയ ബോർഡാണ് പള്ളിയിലേക്ക് കടക്കുന്ന റോഡിലുള്ളത്. അങ്ങനെ അതും ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ജോളിച്ചായൻ കാറുമായി എത്തി. കടമറ്റം പള്ളിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഇത്ര സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് കടുത്ത വിശപ്പ് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പോകുന്ന വഴി എന്തെങ്കിലും നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടാൽ അവിടെ കയറാൻ ജോളിച്ചായോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവോലി എന്ന വിചിത്രമായ പേരുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. പുതിയൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് മനസ്സിലായി. ആവോലി എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യവും ഉണ്ടല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാൻ. ആ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ എത്തുന്നതും കാത്ത് ഞങ്ങൾ യാത്ര തുടർന്നു.